അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് സംജാതമായിരിക്കുകയാണ്. ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കുന്ന ഒരു മാസമാണിത്. മുഅ്മിനീങ്ങളൊക്കെ സന്തോഷിക്കും. കാരണം ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിച്ച മാസം. പ്രത്യേകിച്ച് ഈ വർഷത്തെ റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോൾ 1500-ാമത്തെ ഹബീബായ നബിയുടെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷാണ്. മുഅ്മിനീങ്ങളൊക്കെ സന്തോഷിക്കാൻ കാരണം ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് അതൊരു യഥാർത്ഥ മുഅ്മിനിന്റെ അടയാളം. സ്വഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. അവർക്കൊക്കെ വല്ലാത്ത മഹബത്തായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ എടുക്കുന്ന സമയത്ത് പോലും ആ വുളൂയിൽ നിന്നും ഇറ്റി വീഴുന്ന ഓരോ തുള്ളികളും അത് എടുക്കാൻ വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടിയിരുന്നു എന്ന് മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്രക്കും വലിയ മഹബത്തായിരുന്നു. മാത്രവുമല്ല, ഒരു സ്വഹാബി ദ്വാരുന്നോലെ പഠിച്ചോനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ, പഠിച്ചോനെ ഇനി എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് വേണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണം റബ്ബേ, ഹബീബിനെ കാണാത്ത കണ്ണിന് എനിക്ക് വേണ്ട. അല്ലെ ചോദിക്കുക, എത്ര മഹബത്തൊക്കെ. മറ്റൊരു സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹത്തിന്റെ മുടി നീണ്ട മുടിയായിരുന്നു. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലും മുടി വെട്ടൂലായിരുന്നു. മുടി വെട്ടാത്തതിനെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ മുടി വെട്ടൂല, കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മുടിയിൽ തൊട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മുടി വെട്ടൂല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മഹബത്താണ്. മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു കഥ നമുക്കൊക്കെ അറിയുന്ന ബിലാല് തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ മദീനയിൽ നിന്നില്ല, മദീനയിൽ നാട് വിട്ടു. ഇനി എനിക്ക് മദീന വേണ്ട, കാരണം എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ ഒരു മഹബത്ത മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ റസൂലിനോട് മഹബത്ത് വെച്ചവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഔലിയാക്കന്മാരായവരൊക്കെ ഹബീബിനെ വല്ലാതെ ഇഷ്ടം വെച്ചതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ വലിയൊരു സ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് നമ്മളെ മനസ്സിലും ഖൽബിലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വല്ലാത്ത അടങ്ങാത്ത മഹബത്ത്, ഇഷ്ടം നമ്മളെ മനസ്സിലൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.